പ്രണാമം. ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ്. ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും റെക്കി ഹീലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ്. ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു. നാമജ്യോതിഷം, സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം. ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു. ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട്. കൂടാതെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു. ചില അസ്വസ്ഥതകൾക്ക് മർമ്മ ചികിത്സയും ചെയ്തുവരുന്നു. മർമ്മ ക്ലാസുകൾ, യോഗാസനങ്ങൾ, സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അവ പലതും പ്രസിദ്ധങ്ങളുമാണ്. അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും. തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക. നന്ദി. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ. ഇന്ന് പുതിയതായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വെള്ളത്തിനെ കുറിച്ചിട്ടാണ്. ജലം ഒരു മാന്ത്രിക സിദ്ധ ഔഷധം. ഇത് പലരും കേൾക്കുമ്പോൾ പലരും പുച്ഛിച്ച് തള്ളുന്ന ഒരു സംഭവമാണ്. വെള്ളം എങ്ങനെയൊരു ദിവ്യ ഔഷധമാകുന്നത്? പക്ഷെ സത്യം അതാണ്. അത് വലിയൊരു ദിവ്യ ഔഷധം തന്നെയാണ്. നമ്മൾ എന്തായിരിക്കും കിതച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ മുഖം കഴുകുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ നടന്ന് പണ്ട് കാലത്തുള്ള ആളുകൾ ചെയ്തിരുന്നതാണ്. പണ്ട് കാലത്ത് ആളുകൾ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ വൃത്തിയാക്കുന്നതിന് പുറമെ തന്നെ കാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കിയതിന് ശേഷമാണ് അകത്തേക്ക് കയറുക. അപ്പോൾ തന്നെ നമുക്കൊരു സുഖം സുഖം ലഭിക്കുന്നതാണ്. കാരണം നമ്മുടെ കാലിൻ്റെ ഭാഗം തണുക്കുകയും അതുപോലെ തന്നെ നമുക്ക് രക്തോട്ടം മുകളിൽ നിന്ന് താഴോട്ട് രക്തചംക്രമണം ഉണ്ടാവുകയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും തല ചുറ്റി വീഴുന്ന സമയത്ത് ബോധം കെട്ട് വീണ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്പം വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? മുഖത്ത് തെളിക്കാറുണ്ട്. അങ്ങനെ തെളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തി പെട്ടെന്ന് ഉണരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ, പക്ഷെ നമുക്കതറിയില്ല ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ഇന്നത്തെ ശാസ്ത്രം വെള്ളത്തിനെ കുറിച്ചിട്ട് വളരെയധികം പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മോളിക്യൂൾ ഘടനകളും അതുപോലെ H2O ആണ് എന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾ ഘടനകളും കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളത്തിലേക്ക് എനർജി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മോളിക്യൂളിൽ വ്യത്യാസമുണ്ടാവുകയും നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ചിലർ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ്, അതായത് കാന്ത ചികിത്സ ചെയ്യുന്നവർ കാന്തത്തിൻ്റെ മുകളിൽ വെള്ളം വയ്ക്കും ചാർജ് ചെയ്യുവാനായിട്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മോളിക്യൂളുകളിൽ വ്യത്യാസം വരികയും ആ കണികളിൽ വ്യത്യാസം വരികയും അതിന് ഒരു ഔഷധ പ്രാപ്തി കിട്ടുകയും നമ്മളത് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം അനുഭവപ്പെടുകയും ചെയ്യും.
അതേപോലെ തന്നെ ഈ ഓയിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓയിൽ ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ നമുക്ക് വേദനയ്ക്ക് സൗഖ്യം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റെക്കിയിലാണെങ്കിൽ റെക്കി ഹീലേഴ്സ് വെള്ളത്തിൽ ചാർജ് ചെയ്യാറുണ്ട്. അവർ വെള്ളത്തിൽ മാത്രമല്ല ക്രിസ്റ്റലോട്ട് ഒരുപാട് വസ്തുക്കളിലൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ പ്രാധാന്യം വെള്ളമാണ്. ആ വെള്ളത്തിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സൽ എനർജി അതിലേക്ക് പ്രവഹിക്കുകയും ആ വെള്ളത്തിൻ്റെ തന്മാത്രകളിൽ ഘടനകളിലൊക്കെ വ്യത്യാസം വരികയും അത് സേവിക്കുന്നത് മൂലം രോഗികൾക്ക് എന്ത് ചെയ്യുന്നു, സൗഖ്യം ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൂജാരി നമുക്ക് ക്ഷേത്രത്തിൽ വെള്ളം തീർത്ത ജലം ശംഖിലാണ് തരിക. അപ്പോൾ ആ ശംഖിൽ പുഷ്പവും മന്ത്രവും എല്ലാം ജപിച്ചിട്ടാണ് ആ ശംഖിലേക്ക് ഒഴിച്ചു തരുന്നത്. ശംഖിന് അതിൻ്റെ ഒരു പ്രവർത്തനം കൂടിയുണ്ട്. അപ്പോൾ ശംഖിൽ ഒഴിച്ചിട്ട് നമുക്ക് തരുന്ന ആ വെള്ളം നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എനർജിയിൽ വളരെയധികം വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഔഷധങ്ങളെ കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജലം ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് എന്ത് ചെയ്യാം, ഷുഗർ കുറയുന്ന അവസരത്തിൽ പെട്ടെന്ന് ഷുഗർ പഞ്ചസാര ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾക്കും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീട് ശുദ്ധിയാക്കാനായിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തെളിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുണ്യാഹജലം നമ്മൾ തെളിച്ച് ശുദ്ധിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ജലം അവിടെ വീഴുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അവിടെയുള്ള അന്തരീക്ഷത്തിലുള്ള തന്മാത്രകളിൽ ഘടനയിൽ വ്യത്യാസം വരികയും തന്മൂലം അവിടെ വ്യത്യാസങ്ങൾ വരികയും തന്മൂലം അവിടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്യും. ആ ക്ഷേത്രത്തിലാണെങ്കിൽ പൂജാരി പുണ്യാഹം തെളിക്കുക എന്ന് പറയും. പള്ളികളിൽ ആണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ അന്യത വെള്ളം എന്ന് പറയും. അവർ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വീടുകളിലും കാര്യങ്ങളൊക്കെ തെളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ ഒരുപാട് അത്ഭുത ശേഷിയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ജലം എന്ന് പറയുന്നത്. നമുക്ക് ജലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്ലാനറ്റിൻ്റെ ദോഷം, ഗ്രഹദോഷം എന്ന് പറയും. അതായത് ഗ്രഹങ്ങളുടെ ദോഷം മാറ്റാനായിട്ട്, ശനിദോഷം അതുപോലെ തന്നെ ചൊവ്വാദോഷം, ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്കത് ഹീൽ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏഞ്ചൽ തെറാപ്പിയിൽ നമ്മൾ ഏഞ്ചൽ ചില സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസിന് മുകളിൽ വെള്ളം വെച്ച് ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ റെക്കിയിൽ നേരത്തെ പറഞ്ഞു, അതുപോലെ പ്രാണിക് ഹീലിങ്ങിലും ചെയ്യാം. ഒരുപാട് മേഖലകളിൽ ഇതിങ്ങനെ വെള്ളത്തിന് ചാർജ് ചെയ്ത് അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാസ്തുദോഷം, അവരുടെ നമ്മുടെ വീടുകളിലുള്ള ദോഷങ്ങൾ, ചർമ്മരോഗങ്ങൾ, അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ പ്രോസ്പെരിറ്റിക്കും അബാൻഡൻസിനും വേണ്ടിയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ ഗർഭധാരണം നടക്കാത്ത സ്ത്രീകളിൽ ഇത് ചാർജ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സംഗതികളെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. നമുക്കത് ചാർജ് ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത്, നമ്മൾ പൂർണ്ണചന്ദ്രനുള്ള ദിവസം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെളിയിൽ ചന്ദ്രൻ്റെ നിലവെളിച്ചം കുളിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും എനർജറ്റിക്കായി തീരും. നമുക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കത് കുടിക്കാനും വീട് ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഔഷധത്തിന് ഗുണമായിട്ട് രോഗങ്ങൾക്ക് ശമനത്തിനുമായിട്ട് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ പൂർണ്ണചന്ദ്രൻ്റെ ആ ദിവസം പൗർണമി നാളിൽ നമ്മൾ വെള്ളം വെളിയിൽ വെച്ച് അഴുക്കും മറ്റുള്ളതും വീഴാത്ത വിധം നമ്മൾ വെളിയിൽ വെച്ച് നിലാവെളിച്ചം കൊള്ളിക്കണം. അങ്ങനെ വയ്ക്കുന്ന വെള്ളം നമ്മുടെ വീടുകളിൽ പൂജാമുറികളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മുറികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലോ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. കാരണം നമുക്ക് അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്.
നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മാജിക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും, അതുപോലെ തന്നെ കരിങ്കണ്ണ് എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ വെള്ളത്തിനെ കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ മെഡിറ്റേഷനുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണ ചെയ്യാവുന്നത് നമുക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ വെള്ളത്തിൻ്റെ മുകളിൽ ഗ്ലാസ്സിനെ പിടിച്ച് വെച്ചാൽ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുത്താലോ നമുക്ക് അത് പോസിറ്റീവ് ഊർജ്ജം നമുക്ക് അതിൽ ലഭിക്കുകയും ആ ഊർജ്ജം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വാട്ടർ തെറാപ്പിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ശരീരം അമിതമായി വണ്ണം വയ്ക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ തെറാപ്പി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അമിതവണ്ണം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ശരീരം ശോഷിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികൾ ഉള്ളത് കാണുന്നതുകൊണ്ട് അത് മുഴുവൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ 8281652944 എന്നാണ്. കോൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് സൗകര്യപ്രകാരം നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ വിളിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ക്ലയൻസോ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ തിരിച്ച് വിളിക്കാൻ പറ്റി എന്ന് വരികയില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എന്തായാലും നിങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ പറയുകയാണ് 8281652944 എന്നാണ്. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൈ. നന്ദി, നമസ്കാരം. If you like this video, subscribe it and share it. Thank you.